ഈ ആഴ്ചയിൽ ഒരു പെൺകുട്ടി വന്നിട്ടുണ്ടായിരുന്നു. റിലേഷൻഷിപ്പ് ഇഷ്യൂ ആണ്. ഒരുപാട് നാളുകളായിട്ട് സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഡിവോഴ്സിൻ്റെ വക്കത്തെത്തി നിൽക്കുന്ന ഒരു കേസായിരുന്നു. എല്ലാം താറുമാറായിട്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ്. അങ്ങനെ നമ്മുടെ ഒരു 3 days ഹീലിംഗ് പ്രോഗ്രാമിൽ ആൾ ജോയിൻ ചെയ്തു. ഫസ്റ്റ് ഡേ പ്രോഗ്രാം കഴിഞ്ഞു. പിറ്റേ ദിവസം ഒരു 1.5 മണിക്കൂറാണ് അതിന് വേണ്ടിയിട്ട് ഇൻവെസ്റ്റ് ചെയ്തത്. 2ാമത്തെ ദിവസം ആകുമ്പോഴത്തേക്ക് എനിക്ക് ഫീഡ്ബാക്ക് വന്നു. എനിക്ക് എൻ്റെ പ്രശ്നങ്ങളൊക്കെ സോൾവായി. ഹസ്ബൻഡുമായിട്ട് സംസാരിച്ചു. ഞാൻ ഹാപ്പിയാണ്. എത്രയോ നാളുകൾക്ക് ശേഷം എനിക്ക് ഉറങ്ങാൻ പറ്റി. അപ്പോൾ പേഴ്സണലി നമ്മൾ ആ പ്രോബ്ലം നമ്മൾ അറ്റൻഡ് ചെയ്തിട്ടൊന്നുമില്ല. ആ ഒരു ഇഷ്യൂനെ അറ്റൻഡ് ചെയ്തിട്ടൊന്നുമില്ല. ആദ്യം ചെയ്തത് എന്താണെന്ന് വെച്ചാൽ ഇന്നർ ഹീലിംഗ് ചെയ്തു. ഒരു 4 ഏരിയാസിനെ നമ്മൾ ഡയറക്റ്റായിട്ട് അറ്റൻഡ് ചെയ്യുകയാണ് ചെയ്തത്. അതുകൊണ്ട് ആളുടെ ആ ഒരു വലിയൊരു ഇഷ്യൂ മാറി. പിന്നെ അടുത്ത ദിവസം ഞാനിനി 2ാമത്തെ ദിവസത്തിൽ ഇനി ജോയിൻ ചെയ്യണ്ടല്ലോ, ഞാനിപ്പോൾ ഹാപ്പി ആണല്ലോ എന്ന് പറഞ്ഞപ്പം ഹസ്ബൻഡ് വിളിച്ചിട്ട് പറഞ്ഞു, നീ എന്തായാലും ജോയിൻ ചെയ്യും, എന്തായാലും കയറിക്കുമെന്ന് പറഞ്ഞു. ഇത് നമുക്ക് ഇത് പറയുമ്പോൾ ഒത്തിരി സന്തോഷമാണ്. കാര്യം അവരാ ഒരു എഫേർട്ട് ഇട്ടു. അവൈലബിൾ ആയിട്ടുള്ളൊരു സംഗതിയാണ്. പക്ഷെ അത് അവർ ട്രസ്റ്റ് ചെയ്തുകൊണ്ട് അതിന് അവർ എഫേർട്ട് ഇടുകയും അത് കഴിഞ്ഞിട്ട് നമുക്ക് ഏറ്റവും നല്ലൊരു ഫീഡ്ബാക്ക് അവർ ഷെയർ ചെയ്ത് തരികയും ചെയ്യുമ്പം എന്തിനേക്കാളും ഉപരിയായിട്ട് നമുക്ക് കിട്ടുന്നൊരു റിവാർഡാണ് ഈ പറയുന്ന ഒരു ഫീഡ്ബാക്ക്. അപ്പോൾ ഇതാണ് ഈ ആഴ്ചത്തിൻ്റെ ഏറ്റവും വലിയ വിൻ.